വല്ലാതെ നടുക്കമുണ്ടാക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. വയനാട് പരപ്പൻപാറ ചോലനായ്ക്ക ഉന്നതിയിൽ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ 62-കാരന് നരകയാതന. ശരീരത്തിന്റെ പുറകുഭാഗം വ്രണമായ നിലയിലാണ്. പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആരോപണം ഉയരുന്നുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട് ചെയ്യുന്നു. സുർജിത്ത്, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ പറയുന്ന പരിക്കേറ്റ് കിടക്കുന്ന ആൾക്ക് കുടുംബക്കാരോ അങ്ങനെ പരിചയക്കാരും അവിടെ അടുത്തില്ലേ? ഉദ്യോഗസ്ഥരൊന്നും ഇത്തരത്തിൽ രൂക്ഷമായ രീതിയിൽ നരകയാതന അനുഭവിക്കുന്ന കാര്യം ആരും അറിയിച്ചില്ലേ? അതോ അറിയിച്ചിട്ടും എത്താത്തതാണോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇതൊരു ചോലനായ്ക്ക ഉന്നതിയാണ്. ഉന്നതി എന്ന് പറയാൻ കഴിയുകയില്ല. ടാർപോളിൻ ഷീറ്റ് മറച്ചു കെട്ടിയ അങ്ങനെയാണ് ഇവർ താമസിക്കുന്നത്. അതായത് ഇത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്. ഇവിടെയാണ് ഇത്തരത്തിൽ ഇവർ താമസിക്കുന്നത്. ഇവിടെയാണ് സുരേഷ് എന്നയാൾക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇദ്ദേഹം 2 വർഷം മുമ്പ് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ ആളാണ്. മാത്രമല്ല അദ്ദേഹം ഈ പരപ്പൻപാറയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളാണ്. ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിലേക്ക് പോകാറുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ചികിത്സ. ഏറ്റവും ഒടുവിൽ വീണ്ടും ചികിത്സയ്ക്കായി പോയി. ആ ചികിത്സയ്ക്കായി പോയ ഘട്ടത്തിൽ കഴിഞ്ഞ 25-ാം തീയതിയാണ് ഇവിടെ ഉന്നതിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ശേഷം ഇന്ന് രാവിലെയാണ് ഈ നാട്ടുകാരായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള ആളുകളാണ്, സൺറൈസ് വാലി റെസ്ക്യൂ ടീമിൻ്റെ ഉൾപ്പെടെ ആളുകളാണ് ഇവർ ഇവിടേക്ക് എത്തുകയും ഒരു പരിശോധന നടത്തുകയും ചെയ്തു. ആ പരിശോധനയിലാണ് ഈ വ്രണം ആകുന്ന നിലയിലാണ് സുരേഷിന്റെ ശരീരം കാണുന്നത്. അത്രയും മോശമായ ഒരു സാഹചര്യത്തിലാണ്. എന്താണ് ഷാജിയേട്ടനാണ് കണ്ടത്. അദ്ദേഹം അത് കണ്ട വഴിക്ക് ഇവിടുന്ന് ഇറങ്ങി ഓടി എന്നുള്ളതാണ് പറയുന്നത്. എന്തായിരുന്നു അവസ്ഥ? അതായത് ഞങ്ങൾ രാവിലെ ഒന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഒന്ന് ചെരിക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വലിയൊരു 2 പൊത്താണ് കിടക്കുന്നത് ഊരയ്ക്ക്. ഞാൻ ഇറങ്ങി ഓടി. പിന്നെ ബാക്കിയുള്ളത് റഫീഖ് പറയും. റഫീഖേ എന്താണ് ഉണ്ടായത്? ആ ലെവലിലാണ് മുറി. ഇതിന്റെ പ്രശ്നം ഉണ്ടായി, ഇതിന്റെ കാരണം എന്താണ് ശരിക്കും? കാരണം എന്താന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ശരിക്കും നോക്കിയിട്ടില്ല. അത് തന്നെ ഡോക്ടർമാർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡോക്ടർമാർ ചെയ്തില്ല. അങ്ങനെ ഇവർ പറയുന്നത് ഇപ്പം ഞങ്ങൾ നോക്കിക്കോളാന്നാണ് പറയണത്. ഇനി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ട, ഞങ്ങൾ ഇവിടുന്ന് നോക്കിക്കോളാന്നാണ് പറയണത്. ഒരു 1-2 ദിവസം കൂടുമ്പോൾ പാലിയേറ്റീവിൻ്റെ ആൾക്കാർ വന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ പൊക്കോട്ടെ, ഞങ്ങൾ ഇവിടുന്ന് നോക്കിക്കോളാം. അല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ പോയാൽ ഞങ്ങൾക്ക് ചെലവിന് പോലും പൈസ കിട്ടുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഉള്ള ആളുകൾ പറയുന്നത്. ഡോക്ടർമാർ നോക്കാതെ ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണോ ചെയ്തത്? അതെ, സംശയം എന്താണ്? കാരണം 3 ദിവസം കൊണ്ട് ഈ മുറി ഇങ്ങനെ ആകുമോ? ഒരു മുറി ഈ വലിപ്പത്തിലാവൂലല്ലോ 3 ദിവസം കൊണ്ട്. 25-ാം തീയതിയാണ് ഡിസ്ചാർജ് ചെയ്ത് വന്നതെന്നാണ് പറഞ്ഞത്. ഈ ദിവസം കൊണ്ട് എന്തായാലും ഇത് സംഭവിക്കൂലല്ലോ. അപ്പോൾ ഉറപ്പല്ലേ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചാണെന്നുള്ളത്? മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നാണോ വീഴ്ച? സംശയമല്ല, 100%. അവർ ഈ രോഗിനെ സംരക്ഷിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ പറയും. എന്തായാലും ഇതിനകത്ത് TDOയുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട്. അദ്ദേഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ബാക്കിയുള്ളവരും, അതായത് ഈ പട്ടികവർഗ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇനി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്താണ് ഈ TDO ചെയ്യാൻ പോകുന്നത്? എന്താ നിങ്ങൾ സാർ, ഇവരിപ്പോൾ കൈനട്ടി ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസ് വന്ന് നിൽപ്പുണ്ട്. 1 മണിക്കൂറായിട്ട് ആംബുലൻസ് അവിടെ വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോകും. കഴിഞ്ഞ 18/9 തീരെ അവസ്ഥയിൽ കണ്ടപ്പോൾ നമ്മൾ ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയതാണ്. കോഴിക്കോട് കൈരാട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് വയ്യാത്തതുകൊണ്ട് കൂടുതൽ ചികിത്സ വേണമെന്ന് അവിടുത്തെ ഡോക്ടർ സംസാരിച്ചു. ഒരു വൈകുന്നേരം 5 മണിയോടെ ഞാൻ നേരിട്ട് തന്നെ പോയാണ് ഡോക്ടറോട് സംസാരിച്ചു. ആംബുലൻസ് റെഡിയാക്കി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിട്ടത്. നാട്ടുകാർ മെഡിക്കൽ കോളേജിൽ നിന്ന് നോക്കാതെ ഇങ്ങോട്ട് വിട്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അന്വേഷിച്ചിട്ട് പരിശോധിച്ചിട്ട് അറിയിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.